ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ചേന പൂവിട്ടത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഒരു ചേന പൂവിട്ട് നിൽക്കുന്നതാണിത്. പൂവിട്ട ചേന നമ്മളിന്ന് കിളച്ച് പറിച്ചെടുത്തിട്ട് അത് നാലായി മുറിച്ച് ഇന്ന് നടുവാണ്. അതിനുശേഷം ആ ചേന മുളച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. പൂവിട്ട ചേന പൂ ചീഞ്ഞു പോയി കഴിയുമ്പം ഒരു മുളയായിട്ട് കയറി വരും, ചേന നഷ്ടപ്പെടില്ല. പക്ഷെ ഇത് നാലായിട്ട് മുറിച്ച് നമ്മൾ വിത്താക്കി ഇന്ന് നട്ടു നോക്കുവാണ്. അതിനുശേഷം ഇത് മുളച്ചു വന്നാൽ ആ വീഡിയോ കൂട്ടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് ചേനയുടെ പൂവുണ്ട്, ആ പൂ കണ്ടിച്ച് കളഞ്ഞിട്ട് ഇതാ ചേനയുടെ പൂ കണ്ടിച്ച് കളഞ്ഞു. ഇനി ഇവനെ നമുക്ക് നാലായിട്ട് മുറിച്ച് നടണം. നമ്മൾ ചേന നടുമ്പം ചെറിയ കുഴിയെടുത്താൽ മതി. അതിൽ ചേന വെച്ചു. അതിനുശേഷം നിർബന്ധമായിട്ടും കരികില ഇട്ട് കൊടുക്കണം. കരികില നന്നായിട്ട് ഇട്ടതിന് ശേഷം ഇതാ ഒരു കൊട്ട ചാണാപ്പൊടിയും കൂടെ കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വേണം മൂടാൻ. പൂവിട്ട ചേന വാളുകൊണ്ട് മുറിച്ച് നമ്മൾ 4 പീസാക്കി നട്ടു കൊടുത്തായിരുന്നു. ആ നട്ടു കൊടുത്ത് ഇപ്പൊ ഇതാ ഒരു മാസം മുമ്പ് ഞാൻ അതിന്റെ ആ മുളച്ചു വരുന്ന വീഡിയോ പിടിച്ചായിരുന്നു. ഇത് 45 ദിവസമായി ഇപ്പൊ നട്ടു കൊടുത്തിട്ട്. 45 ദിവസം കൊണ്ട് ചേന ഇത്രയായിട്ടുണ്ട്. ഇതാ ആ 4 ചേനയും പിടിച്ചിട്ടുണ്ട്. ഒന്നിത്, രണ്ടിത്, ഇത് 3, ഇത് 4. അങ്ങനെ മുറിച്ച് നട്ടു കൊടുത്താൽ പൂവിട്ട ചേന 4 വിത്തായിട്ട് നമുക്ക് നടാൻ പറ്റും. ഇല്ലെങ്കിൽ പൂവിട്ട ചേന ആ പൂ അങ്ങ് ചീഞ്ഞു പോയി കഴിയുമ്പോൾ ഒറ്റ ചേനയായിട്ട് മുളച്ചു വരും. അപ്പം 4ആയിട്ട് മുറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. നമുക്ക് ഇത് പരീക്ഷണത്തിൽ വിജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 4 ചേന മുളച്ചു നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മള് പൂവിട്ട ചേന വാളുകൊണ്ട് മുറിച്ച് 4ആക്കി നട്ടായിരുന്നു. ഒരു മാസം മുമ്പ് നട്ടതാണ്. ആ ചേന 4 മുളച്ചിട്ടുണ്ട്. ഇതാ 4 ചേനയും മുളച്ചു. അപ്പൊ പൂവിട്ട ചേന നമ്മൾ ചെയ്യേണ്ടത് അത് പറിച്ചെടുത്ത പൂ അങ്ങ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അത് നട്ടു കൊടുക്കുക. ഇതാ 4 മുറിയാക്കി നമ്മൾ നട്ടു. 4 മുളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പൂവിട്ട ചേന എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ചേന 4 മുളച്ചു, അതായത് 100% മുളയ്ക്കും. നല്ല ചേനയും നമുക്ക് കിട്ടും. നമുക്ക് ചേന കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് വാക്കത്തിയോ കത്തികളോ ഒന്നുമല്ല. ഇതാ ഇങ്ങനെ വാളെടുക്കണം. വാള്, ഈ വാളാണ് ചേന മുറിക്കാൻ ഏറ്റവും എളുപ്പവും നല്ലതും. ഇങ്ങനെ അങ്ങ് മുറിച്ചാൽ മതി. ഇതാ വാളുകൊണ്ട് വളരെ എളുപ്പം നമ്മൾ പൂവിട്ട ചേന 4ആയി മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ 4നെ നടണം നമുക്ക്. മുളച്ച ചേന പൂവിട്ട ചേന നമ്മൾ പറിച്ചെടുത്തു. ഇനി ഇവനെ 4ആയിട്ട് മുറിക്കണം.